നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കര മണ്ഡലത്തിൽ നിന്നും ആയിഷ പോറ്റി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ? അതും KN ബാലഗോപാലിനെതിരെ മത്സരിക്കുമെന്നുള്ള സൂചന തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ നൽകുന്നത്. 2026 തെരഞ്ഞെടുപ്പിൽ ആയിഷ പോറ്റിയെ UDF സ്വതന്ത്രയായി കൊട്ടാരക്കരയിൽ നിന്നും മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനമെടുത്തു കഴിഞ്ഞുവെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നാളെ ഉമ്മൻചാണ്ടി അനുസ്മരണം കൊട്ടാരക്കരയിൽ നടക്കുകയാണ്. 3 തവണ കൊട്ടാരക്കരയിൽ നിന്നും ജയിച്ച CPMന്റെ MLA ആയിരുന്ന ആയിഷ പോറ്റിയാണ് ഉമ്മൻചാണ്ടി അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുന്നത്. 2021 അവർക്ക് സീറ്റ് നിഷേധിക്കും. അതേ തുടർന്ന് KN ബാലഗോപാൽ കൊട്ടാരക്കരയിൽ നിന്നും മത്സരിച്ച് ധനകാര്യമന്ത്രിയായി. പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസ്തനായ മന്ത്രിമാരിൽ ഒരാളാണ് ഇപ്പോൾ KN ബാലഗോപാൽ. ആയിഷ പോറ്റിക്ക് കൊട്ടാരക്കരയിൽ നിന്ന് ഒരിക്കൽ കൂടി മത്സരിച്ച് പിണറായി മന്ത്രിസഭയിൽ മന്ത്രിയാകണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. 2016 അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായെങ്കിലും അവരെക്കാൾ സീനിയറായ CPM നേതാവ് J മേഴ്സിക്കുട്ടിയമ്മ അവിടെ നിന്ന് മത്സരിച്ച് നീണ്ടകരയിൽ നിന്നും മത്സരിച്ച് MLA ആയതുകൊണ്ട് മേഴ്സിക്കുട്ടിയമ്മയെ മന്ത്രിയാക്കേണ്ടി വന്നു. 2016 തന്നെ ആയിഷ പോറ്റിക്ക് മന്ത്രിയാകണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നുവെന്നാണ് CPM വൃത്തങ്ങൾ പറയുന്നത്. ഏതായാലും ഇപ്പോൾ CPMനോട് വിട പറയാൻ അവർ തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ ചേരുമെന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമാണ്. അവർ കോൺഗ്രസിലെത്തിയാൽ കൊട്ടാരക്കരയിൽ നിന്നും KN ബാലഗോപാലിനെതിരെ അവരെ മത്സരിപ്പിക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഏതായാലും അവർ CPMൽ നിന്ന് കുറേ കാലമായി അകന്നിരിക്കുകയാണ്. തനിക്കുള്ള ശാരീരിക അസ്വാസ്ഥ്യങ്ങളും പ്രശ്നങ്ങളും മൂലം താൻ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തനിക്ക് ചുമതലകളോ ഉത്തരവാദിത്തങ്ങളോ ഒന്നും നൽകരുതെന്ന് അവർ പാർട്ടി നേതൃത്വത്തോട് അപേക്ഷിച്ചിരുന്നു. അതേ തുടർന്ന് അവർക്ക് പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങളോ ചുമതലകളോ ഒന്നും പാർട്ടിയിൽ നിന്നും നിശ്ചയിച്ച് നൽകിയതുമില്ല. തന്നെ പാർട്ടി അവഗണിക്കുന്നുവെന്ന തോന്നൽ ശക്തിയായതോടെയാണത്രേ ആയിഷ പോറ്റി കോൺഗ്രസിൽ ചേരാനുള്ള കരുക്കൾ നീക്കിയത്. കോൺഗ്രസിൽ അവരെ 2 കൈ നീട്ടി സ്വാഗതം ചെയ്യുകയാണ് നേതാക്കൾ. കാരണം ആയിഷ പോറ്റിയെ പോലുള്ളൊരു നേതാവിനെ കോൺഗ്രസിൽ, അതും CPMൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ PK ശശിയെ കിട്ടുന്ന പോലെയല്ല. അത് വലിയൊരു നേട്ടമാണ് കൊല്ലം ജില്ലയിൽ കോൺഗ്രസിന്. അതുകൊണ്ട് തന്നെ ആയിഷ പോറ്റിയെ എന്ത് വില കൊടുത്തും ഇപ്പുറത്തെത്തിക്കാനുള്ള നീക്കവും കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നുണ്ട്. കാരണം വളരെ നല്ല പ്രതിച്ഛായയുള്ള, ജനങ്ങൾക്ക് വേണ്ടി വളരെ നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു MLA ആയിട്ടാണ് ആയിഷ പോറ്റി അറിയപ്പെടുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അവർക്ക് വളരെ നല്ല പേരാണുള്ളത്. അവർക്ക് നല്ല പ്രതിച്ഛായയുണ്ട്, ജനങ്ങളുമായി അടുത്ത ബന്ധമുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളുമായൊക്കെ വളരെ അടുത്ത് ബന്ധപ്പെടാൻ അല്ലെങ്കിൽ വളരെ അടുപ്പമുള്ള ഒരു മനസ്സുമായിട്ടാണ് അവർ അവിടെ പ്രവർത്തിച്ചത്. എല്ലാവർക്കും ഏത് സമയത്തും അവർ അപ്രോച്ച് ചെയ്യാം, എന്ത് കാര്യം വേണമെങ്കിലും നടത്തി കൊടുക്കാൻ അവർ സന്നദ്ധയായിരുന്നു. രാത്രി 2 മണിക്ക് വിളിച്ചാലും ആയിഷ പോറ്റി സ്ഥലത്തെത്തുമായിരുന്നു എന്നാണ് ആ മണ്ഡലത്തിലുള്ളവർ പലരും പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ MLA സ്ഥാനത്ത് നിന്ന് നീക്കും, അല്ലെങ്കിൽ മത്സരിക്കാൻ സീറ്റ് നൽകും വീണ്ടുമെന്നാണ് അവർ ധരിച്ചിരുന്നെങ്കിലും 2 തവണ കഴിഞ്ഞവർ മത്സരിക്കേണ്ട എന്നുള്ള നിബന്ധന വെച്ച് പിണറായി വിജയൻ അവരെയും വെട്ടിനിർത്തി. ഏതായാലും ഇപ്പോൾ ആയിഷ പോറ്റി കോൺഗ്രസിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ്. CPMുമായി കഴിഞ്ഞ 1.5 വർഷമായി സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടായിരുന്നു. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തോടെ ആ സ്വരച്ചേർച്ചയില്ലായ്മ പൂർണ്ണമാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവർ ഇനി അടുത്ത താവളം നോക്കുകയാണ്. അത് കോൺഗ്രസിലേക്ക് തന്നെയായിരിക്കുമെന്നാണ് കൊല്ലം ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ KN ബാലഗോപാലിനെതിരെ ആയിഷ പോറ്റിയെ മത്സരിപ്പിച്ചാൽ കൊട്ടാരക്കര മണ്ഡലം വീണ്ടും കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ്, CPMനെ നിന്നും പിടിച്ചെടുക്കാനും CPMനെ തറപറ്റിക്കാനും കഴിയുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പലരും പറയുന്നത്. ഏതായാലും ആയിഷ പോറ്റിയെ സ്വീകരിക്കുന്ന കാര്യത്തിൽ കൊല്ലത്തെ കോൺഗ്രസ് നേതാക്കളെല്ലാവരും ഒറ്റക്കെട്ടാണ്. സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളും ഒറ്റക്കെട്ടാണ്. ഇനി ആയിഷ പോറ്റിക്ക് കോൺഗ്രസിലേക്ക് വന്നാൽ മാത്രം മതി എന്നുള്ള അവസ്ഥയാണ് ഇപ്പോഴുള്ളത്.